ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോമിക് ഫിൻസാസ്. സോ അങ്ങനെ വീണ്ടും ഈ ആഴ്ചത്തെ വൺ പീസ് ചാപ്റ്റർ 1264 ബ്രീഫ് സ്പോയിലേഴ്സ് എത്തിയിട്ടുണ്ട്. ഇത്തവണ വളരെയധികം കുറച്ച് സ്പോയിലേഴ്സ് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. സോ എന്തൊക്കെയാണ് വന്നിട്ടുള്ള കാര്യം നമുക്ക് ഒന്ന് ബ്രീഫായിട്ട് നോക്കി വരാം. സോ ഇത്തവണ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്പോയിലേഴ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. വളരെയധികം കുറച്ച് സ്പോയിലേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ കവർ പേജിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. തുടക്കത്തിൽ തന്നെ പറയണത് വൺ പീസ് വേൾഡിലെ ഫോർമർ കിങ് ഡേവിഡി ജോൺസ് ആണെന്ന് സെബേക്ക് കരുതുന്നു. സെബേക്കിന്റെ ഈ ഒരു തോട്ടിനെ പറ്റി ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ടാവും. ഈമുവിനെതിരെ തിരിച്ചടിക്കാൻ ശ്രമിച്ചതിന് ശേഷം സെബേക്ക് കംപ്ലീറ്റ്ലി ഡീമൺ ആയിട്ട് തന്നെ മാറുകയായിരുന്നു. ശേഷം സെബേക്ക് ബിഗ് മോമിനെയും കൈദോയും ഡിഫീറ്റ് ചെയ്യുന്നു. കൂമ എരിസിനെയും ടീച്ചിനെയും തന്നെ ഡബിൾ ഫുഡ് പവർ ഉപയോഗിച്ച് ലൂഫിയൊക്കെ സേവ് ചെയ്തതുപോലെ തന്നെ അവരെയും ആ ഒരു ഐലൻഡിൽ നിന്ന് സെൻഡ് ഓഫ് ചെയ്തുകൊണ്ട് സേവ് ചെയ്യാണ്. സോ അങ്ങനെ കംപ്ലീറ്റ്ലി ഡീമണായി മാറിയ സെബേക്കിനോട് ഈമു ആ ഒരു ഐലൻഡിലുള്ള എല്ലാവരെയും കൊല്ലാനായിട്ട് ഓർഡർ ചെയ്യുകയാണ്. സോ അങ്ങനെ അത് മനസ്സിലാക്കിയ റോക്സ് ഗാർപ്പിനോട് റോജറിനോടും തന്നെ കൊല്ലാനായിട്ട് പറയുകയാണ്. അങ്ങനെ ഗാർപ്പ് ആൻഡ് റോജർ വേഴ്സസ് സെബേക്ക് ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു സ്പോയിലേഴ്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചാപ്റ്റർ വരുന്നിടം വരെയും വെയിറ്റ് ചെയ്തിരിക്കുക. സോ ഈ ഒരു ചെറിയ സ്പോയിലേഴ്സ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെബേക്കിന്റെ മരണം അടുത്ത ചാപ്റ്ററിലോ അല്ലെങ്കിൽ ഈ അടുത്ത് വരുന്ന ചാപ്റ്ററുകളിലോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു ബ്രീഫ് സ്പോയിലേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. സയോനാര.